നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഭാരതം 1999 കാർഗിൽ യുദ്ധം വിജയിച്ചതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന സമയം. ഈ സമയം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് രണ്ട് ഇസ്രായേലി ഡിഫൻസ് ഉദ്യോഗസ്ഥന്മാർ പങ്കുവച്ച ചില വിവരങ്ങളാണ്. അതായത് നമ്മൾ 1999 കാർഗിൽ യുദ്ധം ജയിക്കുന്നതിന് മുന്നോടിയായി 1996 തന്നെ ഇന്ത്യയുടെ ഫ്രഞ്ച് നിർമ്മിത വിമാനമായ ഡസാൾട്ട് കമ്പനി നിർമ്മിച്ച് ഇന്ത്യക്ക് നൽകിയ വിമാനമായ മിറാജ് 2000-ന്റെ ചില മോഡിഫിക്കേഷൻസുമായി ബന്ധപ്പെട്ട് ഒരു കരാർ ഒപ്പിടുകയുണ്ടായി. പക്ഷേ ആ കരാർ 2004 അവസാനിക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ പെട്ടെന്ന് ഇന്ത്യയുടെ അതിർത്തിയിൽ പാകിസ്ഥാൻ നുഴഞ്ഞു കയറി. കാർഗിൽ എന്ന് പറയുന്ന വളരെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് ഇന്ത്യൻ ആർമിയുടെ പൊസിഷന് മുകളിലുള്ള പൊസിഷനിലായിരുന്നു അവരുടെ നുഴഞ്ഞുകയറ്റം. താഴെ നിന്ന് തീർച്ചയായും മേളിലോട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ ഇന്ത്യൻ ആർമി വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എയർഫോഴ്സിന് സഹായത്തിന് വേണ്ടി വിളിച്ചത്. ഇന്ത്യൻ എയർഫോഴ്സ് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന ടാർഗറ്റിംഗ് പോർട്സുകളും സെൻസറുകളും ഒന്നും നമുക്ക് റെഡി ആയിട്ടില്ല. നമ്മൾ ഇസ്രായേൽ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് അത് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നു. എന്നാൽ യുദ്ധത്തിൻ്റെ അടിയന്തര സാഹചര്യം മനസ്സിലാക്കി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എയർ അറ്റാഷെ ഇസ്രായേൽ ഗവൺമെൻറ്റിനെ സമീപിക്കുകയുണ്ടായി. അടിയന്തരമായി സാബത്ത് ദിനത്തിലായിരുന്നു അദ്ദേഹം പോയത്. സാബത്തൊന്നും നോക്കിയില്ല. യഹൂദന്മാർക്ക് ഇന്ത്യയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അവർ 48 മണിക്കൂറിനകത്ത്, നമ്മൾ യുദ്ധകാലാടിസ്ഥാനം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ആ പറയുന്നത് പോലെയല്ല, ശരിക്കും യുദ്ധകാല അടിസ്ഥാനത്തിൽ 48 മണിക്കൂർ കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ടെസ്റ്റ് എക്യുപ്മെന്റുകളും ടൂൾസും മറ്റ് ഉപകരണങ്ങളുമായി അവർ ഡൽഹിയിൽ പറന്നെത്തുകയാണ് ചെയ്തത്. അവിടുന്ന് അവർ ഇന്ത്യൻ എയർഫോഴ്സിന്റെ സീനിയർ എഞ്ചിനീയേഴ്സുമായിട്ട് കൂടിക്കാഴ്ച നടത്തി മോഡിഫിക്കേഷനിൽ വളരെ കാലത്തിന് ശേഷം പൂർത്തീകരിക്കേണ്ട മോഡിഫിക്കേഷൻ വർക്കുകൾ അടിയന്തരമായിട്ട് തുടങ്ങുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ടാർഗറ്റിംഗ് പോഡുകളും സെൻസറുകളും എല്ലാം മിറാജ് 2000-ൽ ഫിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ രണ്ട് ചോദ്യം വരും. എന്തുകൊണ്ട് ഇസ്രായേലിൻ്റെ റഫാൽ കമ്പനി എന്നൊരു ചോദ്യം വരും. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ചരിത്രത്തിലോട്ട് പോകാം. യഥാർത്ഥത്തിൽ മാർസൽ ബ്ലോച്ച് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഡസാൾട്ട് ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനി ഫ്രാൻസിൽ സ്ഥാപിക്കുന്നത്. ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ജൂതനായി തന്നെ വളർന്നു. പക്ഷേ നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പോയി അദ്ദേഹം ജീവിതത്തിലെ യാതനകൾ മുഴുവൻ അനുഭവിച്ചു തിരിച്ചു വന്ന് അദ്ദേഹത്തിന് മതം മാറ്റം ഉണ്ടായി. ഇനി ഒരു ജൂത ടൈറ്റിലുമായി ജീവിക്കേണ്ടെന്ന് തീരുമാനിക്കുകയും അദ്ദേഹം റോമൻ കാത്തലിക് ചർച്ചിലേക്ക് മാറുകയും പേര് ഡസാൾട്ട് എന്ന് മാറ്റുകയും ചെയ്തു. അദ്ദേഹമാണ് ഈ ഡസാൾട്ട് ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനി രൂപീകരിച്ചത്. ലോകമെങ്ങുമുള്ള ജൂതന്മാർക്ക് ഇസ്രായേലുമായിട്ടുള്ള ആത്മീയ ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഇസ്രായേലുമായിട്ടുള്ള ബന്ധം തുടർന്നു. യഹൂദ മതം വിട്ടിട്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് 5ഓളം വിമാനങ്ങൾ ഡസാൾട്ട് ഏവിയേഷൻ ഡിസൈൻ ചെയ്ത് കയറ്റുമതി ചെയ്തിട്ടുണ്ടായി. അതിൽ ഒറിഗോൺ, സൂപ്പർ മിസ്റ്ററി, മിറാജ് 3 തുടങ്ങിയ വിമാനങ്ങൾ ഫ്രാൻസ് ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്തു. ഇസ്രായേൽ യുദ്ധങ്ങൾ ജയിച്ചത് ഫ്രാൻസിൻ്റെ വിമാനക്കരുത്തിലും കൂടിയായിരുന്നു. ആ ബന്ധം അവർ തുറന്നു വരികയും 1960-ൽ മിറാജ് 5 ഡെവലപ്പ് ചെയ്യുകയും ഇസ്രായേലും ഫ്രാൻസും ചേർന്നായിരുന്നു ആ മിറാജ് 5 രൂപീകരിച്ചത്. അപ്പോൾ ഡസാൾട്ട് ഏവിയേഷൻ എന്ന് പറഞ്ഞ കമ്പനിയും ഇസ്രായേലിലെ റഫാൽ എന്ന് പറഞ്ഞ കമ്പനിയും ചേർന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ, അവരുടെ ആ പഴക്കം, അവരുടെ ആ എക്സ്പീരിയൻസ്, ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ വേറൊരു കമ്പനിയെയും ആശ്രയിക്കാതെ റഫാൽ എന്ന് പറയുന്ന ഇസ്രായേലി ഗവൺമെൻറ്റിൻ്റെ കമ്പനിയെ നമ്മൾ ആശ്രയിച്ചത്. അത് തികച്ചും നമുക്ക് ഉചിതമായ ഫലം തന്നു.
നമ്മൾ ആ മോഡിഫിക്കേഷൻ എല്ലാം വളരെ ഭംഗിയായി ചെയ്തു. ആ യുദ്ധത്തിലെ യഥാർത്ഥ ഹീറോ മിറാജ് 2000 തന്നെയായിരുന്നു. മിറാജ് 2000ന്റെ ഷാർപ്പ് അറ്റാക്കിങ് പാകിസ്ഥാനികളെ കണ്ടം വഴി ഓടിച്ചു. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ സ്ഥലം നമ്മൾ തിരിച്ചു പിടിച്ചു അഭിമാനത്തോടെ. ആ ദൗത്യത്തിന് ഇസ്രായേൽ ഗവൺമെന്റിനോടും ജൂത ജനതയോടും റഫാൽ എന്ന് പറയുന്ന കമ്പനിയോടും നമുക്കുള്ള കടപ്പാട് ചെറുതല്ല. തീർച്ചയായും ഫ്രഞ്ച് ഗവൺമെന്റിന്റെയും സഹായം ഈ ദൗത്യത്തിന് ഉണ്ടായിരിക്കാമെന്ന് നമുക്ക് കരുതാം. കാര്യം അവരറിയാതെ ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ നേരിട്ട് ഫ്രാൻസിനെ ഇന്ത്യ സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും മറ്റ് മീഡിയാസ് വഴി ഫ്രഞ്ച് ഗവൺമെന്റും ഇന്ത്യയുടെ ആ വിജയത്തിൽ ഒരു പങ്കാളിയായി. തീർച്ചയായും അതിനുശേഷം നമ്മൾ ഡസാൾട്ട് ഏവിയേഷനുമായിട്ട് ചേർന്ന് നമ്മൾ റഫാൽ വിമാനങ്ങൾ വാങ്ങി. പുതിയ സൂപ്പർ റഫാൽ വിമാനങ്ങൾ ഇന്ത്യയുമായിട്ട് ചേർന്ന് ഡെവലപ്പ് ചെയ്യാനാണ് ഡസാൾട്ട് ഏവിയേഷൻ്റെ പദ്ധതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഇന്ത്യയുടെ വിജയത്തിൻ്റെ ചരിത്രം രചിക്കാൻ നമ്മളെ സഹായിച്ച ഇസ്രായേലി ഏജൻസിയായ റഫാലിനോടും ഡസാൾട്ട് കമ്പനിയോടും നമുക്കുള്ള കൃതജ്ഞത നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.